ഹായ് ഓൾ, ഞാനിപ്പോൾ ഫിറ്റ്കോർ ജിമ്മിലാണുള്ളത്. നമ്മുടെ ഓണാഘോഷം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തിരുവാതിരക്കളിയുണ്ട്, മറ്റേ ഡാൻസ് ഉണ്ട്, അതുപോലെ നാടൻ പാട്ടുണ്ട്. ബാക്കി നമ്മൾ സാധാരണ ഓണം സെലിബ്രേഷനിൽ കാണുന്ന ഗെയിംസ് ഒരുപാടുണ്ട് കേട്ടോ. ലൈക്ക് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, കുളം കര, സുന്ദരിക്ക് പൊട്ടുതൊടൽ. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് സുന്ദരിക്ക് പകരം സുന്ദരന് പൊട്ടുതൊടലാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവരും കം. അപ്പോൾ ജിമ്മ് അടിപൊളിയായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു പൂക്കളം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഒരുപാട് ടൈമായിട്ടാണ് അവർ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. കാരണം പൂക്കളം ഒരുക്കാൻ ഒരുപാട് ടൈം എടുക്കും, നമുക്കറിയാം. അപ്പം ഇന്നലെ ഞങ്ങൾക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഓണം ആയ കാരണം വീട്ടിലും കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഇവിടെ ഡെക്കറേഷനൊന്നും ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മുടെ ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ജിമ്മ്. ഇപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ഒരുപാട് പേരൊക്കെ വരുന്നേ ഉള്ളൂ. വലിയ ബഹളമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആമി ചിലപ്പം ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കണം എന്നില്ല. അവൾ നമ്മളെ കൂടെ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടും. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവൾക്ക്, അതെല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്, അവർക്ക് അവരുടെ അടുത്തൊന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ അവൾ സമ്മതിക്കണം എന്നില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട്, പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ പതുക്കെ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ടൊക്കെ കടക്കാം. ആദ്യം തന്നെ തിരുവാതിരക്കളിയിലൂടെയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഔട്ട്ഡോറിലോട്ട് പോവുകയാണ്. പുറത്ത് വെച്ചിട്ടാണ്, കാരണം ഇവിടെ അത്രയും സ്പേസ് ഇല്ല ഉള്ളിൽ. അപ്പോൾ പുറത്ത് നമ്മുടെ തിരുവാതിരക്കളി, അതുപോലെ നാടൻ പാട്ട്, പിന്നെ എന്തൊക്കെയോ അവർ ഡാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു വെക്കാം. ഒരു പച്ചവർണ്ണ കിളി പറന്നേ. നമ്മൾ തിരുവാതിരക്കളി കണ്ടു, നാടൻ പാട്ട് കേട്ടു, ഡാൻസ് കണ്ടു. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഔട്ട്ഡോറിൽ നിന്ന് നമ്മൾ കുറച്ച് ഇൻഡോർ ഗെയിംസിലോട്ട് കിടക്കുകയാണ്. ഇനി വരുന്ന ഗെയിംസ് സുന്ദരിക്ക് പൊട്ടുതൊടൽ, അല്ലെങ്കിൽ സുന്ദരന് പൊട്ടുതൊടൽ, ദെൻ ബലൂൺ ചോട്ടി പൊട്ടിക്കൽ, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞി ഗെയിംസ് ആണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു നോക്കാം.
എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മടിയും കൂടാണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രായമൊക്കെ മറന്ന് എല്ലാ ഗെയിംസിലോട്ട് വരുന്നതും നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർക്കുന്നതും. സോ എല്ലാവരും ആ ഒരു അവസരം മുതലാക്കിയിട്ടുണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഓരോ സെലിബ്രേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു കുട്ടികളൊക്കെ മീൻസ് കുട്ടിത്തം പുറത്തു വരുന്നത് അല്ലേ. ഇവിടെ എല്ലാവരും ആസ്വദിച്ച് ഓരോ ഗെയിംസും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ ആമിമോൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ, അവൾ ഇതുപോലെ അവൾക്ക് വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അവളെ മൂടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെ വാശി പിടിച്ചിരിക്കുകയാണ്. ഞാൻ തൽക്കാലം അവൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇതുപോലെ ബിസ്ക്കറ്റൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ്. ബട്ട് ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ അത് കൊടുത്തു പോകും. ഓക്കെ, അതുപോലെ ഞാനും കൊടുത്തു പോകും. കാലം അതൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഗെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കുളംകര ഗെയിമാണ്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് ആയാലേ നമ്മുടെ ഗെയിമിന് ഇൻട്രസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു ഗെയിമിൻ്റെ മൂഡിൽ ഇരിക്കുന്ന സമയത്ത് ആമിമോളെ കണ്ടോ നിങ്ങൾ, അവളെ മൂഡ് എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ക്രൗഡും ബഹളമൊക്കെ അവൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ടർഫിൽ പോയി അവളങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കുറേ ഓടി നടന്നൊന്ന് റിലാക്സ് ആയിട്ടുണ്ട്. ആ സമയത്താണ് സദ്യ വന്നു എന്നുള്ളൊരു ന്യൂസ് കേട്ടത്. സദ്യ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് ഏകദേശം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും ഇനി ഉണ്ടിട്ടാവാം ബാക്കി എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയി. സദ്യ അടിപൊളിയായിരുന്നു. 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. ബട്ട് ആമിമോൾക്ക് ഫുഡ് ലൈക്ക് ചോറ് വലിയ ഇഷ്ടമല്ലാത്ത കാരണം അവൾ ചോറൊന്നും കഴിച്ചില്ല. അതിലുള്ള വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, അതൊക്കെയാണ് അവളെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ച് അവളുടെ ഒരു വിശപ്പിനെ അടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ജിമ്മിലോട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് കേട്ടാൽ പിന്നെ ആമിയെ പിടിച്ചാൽ കിട്ടില്ല, അവൾക്ക് ഡാൻസ് ചെയ്യണം. അങ്ങനെ അവൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് ഞാനും അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ മൂമെൻറ്റ്സ് ഒക്കെ വെച്ചു. അവളെ ഒന്ന് റിലാക്സ് ആക്കി. അങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചു വന്നു. അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എല്ലാവരുടെയും ആ ഒരു സെലിബ്രേഷൻ മൂഡ് ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നിങ്ങൾ കണ്ടു, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ മജീദിക്കയാണ്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മജീദിക്ക ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ആങ്കറിങ് ആര് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ. നെക്സ്റ്റ് ടൈം ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ സെലിബ്രേഷൻ നടത്തും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, thanks for watching. Bye and happy Onam.